ഇന്ന് നമ്മളിവിടെ ഒരു ചുരിദാർ നൈറ്റി എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. കട്ടിംഗ് പാർട്ട് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 3 മീറ്റർ വരുന്ന കോട്ടൺ നൈറ്റി ബിറ്റാണ്. ഇതിനെ നമുക്ക് ആദ്യം 4ആയിട്ട് മടക്കി കൊടുക്കാം. ഈ മടക്ക് ഞാൻ നിവർത്തുന്നില്ല, വാങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ വെച്ച് നമുക്ക് നീളവശം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്ക് വരുന്ന ഭാഗം നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വേണം മടക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 4 അരികും വരുന്ന ഭാഗം നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് മടക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് വേണ്ട ടോട്ടൽ നീളം എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് താഴെ നിന്ന് വേണം അടയാളപ്പെടുത്തിയെടുക്കാൻ. ഇതിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് മുകളിൽ മടക്ക് വരുന്ന ഭാഗത്തു നിന്നാണ്. അപ്പോൾ താഴെ നിന്ന് എനിക്കിവിടെ 53 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടതിന് ശേഷം 54.5 ഇഞ്ചാണ് ഞാനിവിടെ നീളമായിട്ട് എടുക്കാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ ആദ്യം ഇതിൻ്റെ താഴെവശം അരിക് ലെവലല്ലെങ്കിൽ അതൊന്നൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കണം. അതിനുശേഷം 54.5 ഇഞ്ച് താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് അടയാളപ്പെടുത്തുക. ഞാനിങ്ങനെ എടുത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡറാണ്. ഷോൾഡർ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കൈക്കുഴിയുടെ അവിടെ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും ചേർത്തൊരു വരങ്ങ് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റാണ്. ചെസ്റ്റിൻ്റെ ഇതിപ്പോൾ ഞാനൊരു 44 സൈസ് നൈറ്റിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ 4 ഭാഗം 11ഉം പിന്നെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. നൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് വേണ്ടതുകൊണ്ട് 5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരച്ചതിന് ശേഷം ഇതുപോലെ ആം ഹോൾ കർവും ഒന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് പകുതി വെച്ചിട്ട് ഒരു ആം ഹോൾ അങ്ങനെ വളച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിൻ്റെ അളവൊന്ന് എടുത്ത് വെക്കണം. നമുക്കത് പിന്നെ ആം ഹോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്നും ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ആ പോയിൻ്റ് വരെയുള്ള അളവാണ് നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. അത് നമുക്ക് പിന്നേക്ക് ആവശ്യമായിട്ടുള്ളൊരളവാണ്. അത് ഒന്ന് എടുത്ത് വെക്കാം. അതെത്രയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ മടക്കായിട്ട് വരുന്ന ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ വണ്ണം, കൈയുടെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തി കൊടുക്കണം. അതുപോലെ പിന്നീട് സ്ലീവിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അതേപോലെ തന്നെ താഴെ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് തന്നെ താഴെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്നും ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ലീവ് ഇങ്ങനെ ചിരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. അവിടെ നിന്ന് ഇവിടെ വരെ ഒന്ന് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ 10 ഇഞ്ച് അളവില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടതിന് ശേഷം ആ 10 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അവിടെ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൈവണ്ണം അടയാളപ്പെടുത്തി ആ പോയിന്റിലേക്കൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ പാർട്ടും അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇത് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വരച്ചതിന് ശേഷം അതും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് ഫ്രണ്ട് ഭാഗത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ചുളിവൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് സ്ലീവ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കി ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്ക് നെക്ക് മാത്രമേ നമുക്കിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭാഗം, അതായത് ഒരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈസ് അതായത് 44 സൈസുള്ളത് അതുകൊണ്ട് കുറച്ച് ലൂസ് വേണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അളക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിവിടെ ബോഡി പാർട്ടും കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിരുന്നു. നമുക്ക് ഈ ബാക്കി പീസൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അളവ് അടയാളപ്പെടുത്തി അവിടെ വരെ മാത്രം കട്ട് ചെയ്യുക. വെറുതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പീസൊക്കെ ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക.
ബോഡി പാർട്ട് അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സ്ലീവും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സീം അലവൻസ്. നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിനെ കാട്ടി 1 ഇഞ്ച് എക്സ്ട്രാ. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് അങ്ങോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിനൊക്കെ അടയാളപ്പെടുത്തി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു പീസ് നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷം ഇത് കറക്റ്റായി വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ ഡെപ്ത്ത് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം, നിങ്ങളുടെ അളവനുസരിച്ച് സൗകര്യം പോലെ ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ചെറിയൊരു റൗണ്ടായിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കണം. സിമ്പിളായിട്ടൊരു റൗണ്ട് ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് നെക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവ് ഒന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്യാൻവാസിലാണ് ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തിയിട്ട് വരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കട്ടിയുള്ളതല്ല, കുറച്ച് നേർത്ത ഒരു ക്യാൻവാസ് അല്ലേ, അതൊക്കെ നമ്മൾ ചുരിദാർ നെക്കിനൊക്കെ ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മളിത് നെക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ അടയാളപ്പെടുത്തിയതുപോലെ 3.5 ഇഞ്ച് നെക്ക് വെടുത്തും അടയാളപ്പെടുത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തണം. ഞാനിവിടെ എടുക്കുന്നത് ഒരു 5 ഇഞ്ചാണ്. ഇത് രണ്ടും ഈ 2 പോയിൻറ്റും കൂടി ഒരു ബോക്സ് ആക്കിയിട്ട് അങ്ങനെ അതിലും ഒരു റൗണ്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ വരച്ചെടുത്ത അവിടെ നിന്നും 2 ഇഞ്ച് താഴെ വരെ നമ്മളിങ്ങനെ 2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെയൊന്ന് ഒരു റൗണ്ട് കൂടി ഇങ്ങനെ വരച്ചെടുക്കണം. ഇത് നമുക്ക് ആ നേരത്തെ കാണിച്ച പ്രിൻ്റഡ് ആയിട്ടുള്ള ആ ബ്ലാക്ക് തുണിയിൽ വെച്ചിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഇഞ്ച് ഇവിടെ നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് അടയാളപ്പെടുത്തിയെടുക്കണം. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വരച്ചെടുത്ത ഈ പോയിൻറ്റിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് ആ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണിയുടെ ബാക്ക് വശത്തായിട്ട് ഇതൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന ഈ ഭാഗം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കുറച്ച്, അതായത് കറക്റ്റ് ഷേപ്പിലാണ്ട് ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിക്കായി കിട്ടും. ഇല്ലെങ്കിൽ കുറച്ചൊന്ന് മലർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ നെക്കിൻ്റെ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ഇതിൻ്റെ ചുറ്റും 1/2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ നമുക്ക് ഈ തുണിയിൽ നിന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതോടുകൂടി നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. കാരണം ഇതൊരുപാട് ലെങ്തി ആവുന്നത് കൊണ്ടാണ് 2 പാർട്ടായിട്ട് വീഡിയോ ഇടുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ചുരിദാർ നൈറ്റിയാണ്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ 2ാമത്തെ പാർട്ടും കാണുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്